പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ 2000 യക്ഷിമാരെ കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ 2000 യക്ഷി 2000 ഡിഫറെൻ്റ് യക്ഷിമാരാണ്. ഒരു യക്ഷിയുടെ മൂക്കിന് നീളക്കൂടുതലായിരിക്കും, അടുത്ത യക്ഷിയുടെ ചെവിക്ക് വലിപ്പക്കൂടുതലായിരിക്കും, അടുത്ത യക്ഷിയുടെ വലത്തേക്കാല് വണ്ണക്കൂടുതലായിരിക്കും, അടുത്ത യക്ഷിയുടെ ഇടത്തെ തള്ളകളിൽ വണ്ണക്കൂടുതലായിരിക്കും. 2000 ഡിഫറെൻ്റ് യക്ഷി. ഇപ്പോൾ ഒരു ബിടെക്കിന് പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ കൊടുത്തിട്ട് നീ ഒരു രൂപത്തിന് 2000 പെർമുട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആ കുട്ടി 2 ആഴ്ച മെനക്കെട്ടാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല. 900 വർഷത്തിന് മുമ്പ് കമ്പ്യൂട്ടറില്ല, ഒരു യന്ത്രവുമില്ല, പേപ്പറില്ല, പുസ്തകമില്ല. പക്ഷേ അത് കൊത്തുന്ന ആ ശില്പിക്ക് തന്ത്രിയും രാജാവും എഴുതി കൊടുത്തിട്ടുണ്ട്, നീ കൊത്തുന്ന യക്ഷിയുടെ മൂക്കിന് ഇത്ര നീളം, നീ കെട്ടുന്ന ശില്പിക്ക് കാലിന് വണ്ണം ഇത്ര. 2000 പെർമുട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 2000 ഡിഫറെൻ്റ് യക്ഷിമാർ. എന്തൊരു അത്ഭുതമാണ്. അങ്ങനെ 24 പ്രത്യേകതയുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പത്മനാഭസ്വാമി കയറാൻ പറ്റില്ല. മറ്റു വല്ലവരൊക്കെ കള്ളപ്പേര് പറഞ്ഞ് രാജനെന്നും ഗോവിന്ദനെന്നും പറഞ്ഞ് കയറും. പക്ഷേ ഞാൻ DGP ആയിരുന്നുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് എന്നെ അവരെല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. ഈ ജന്മത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവായിട്ടെങ്കിലും ഞാൻ അതിനകത്തൊന്ന് കയറി പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് അതൊരു കാണുന്ന വലിയൊരു അത്ഭുതമാണ്. ഞാൻ കോട്ടയം SP ആയിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവം. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. ഭയങ്കര ഉത്സവം. പക്ഷേ ഞങ്ങൾ പോലീസുകാർക്ക് ഉറക്കമില്ല. 7.5 പൊന്നാന 750 പവനാണ്. ഇപ്പോഴത്തെ വിലയ്ക്ക് 8 കോടി രൂപ. ഏതെങ്കിലും കള്ളന്മാരോ കൊള്ളക്കാരോ തോക്ക് കൊണ്ടുവന്ന് വെടിവെച്ചിട്ട് ഈ പൊന്നാനെ പൊക്കിക്കൊണ്ട് വല്ല വണ്ടിയിലിട്ടുകൊണ്ട് പോയാൽ എന്തൊരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ 50 പോലീസുകാർക്ക് തോക്ക് ഇഷ്യൂ ചെയ്തു. പറഞ്ഞു, ആരെങ്കിലും 7.5 പൊന്നാനെ അടിച്ചുകൊണ്ട് പോയാൽ ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്. ഫർദർ ഓർഡർ ഒന്നും വേണ്ട, നീ അങ്ങ് വെടിവെച്ച് വന്നേക്കാണ്. ഞാൻ റിട്ടേൺ ഓർഡർ കൊടുത്തിരിക്കുക. ഞാനും തോക്കിനകത്ത് ഉണ്ടയൊക്കെ നിറച്ച് പോയി. പൊന്നാനെ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്ത്രി എൻ്റെ അടുത്ത് വന്നു, സാറേ സാറിൻ്റെ സാന്നിധ്യത്തിൽ എടുക്കാൻ പറ്റും. ഓ ഐശ്വരി. അപ്പോൾ ഞാൻ പിന്നെ തൊപ്പിയൊക്കെ ഊരി വണ്ടിയെ കൊടുത്തു, ബെൽറ്റൊക്കെ ഊരി ഷൂസൊക്കെ ഊരി പോയി ഇതെടുക്കാൻ. ഞാൻ അമ്പലന്ന് പോയിട്ടുണ്ട്. കേരളത്തിലെ വലിയ കൊള്ളക്കാർ സ്റ്റീഫൻ ഉൾപ്പെടെ അവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ 7.5 പൊന്നാൻ്റെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ല. എന്താ അതിൻ്റെ കാര്യം? അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, 7 സ്ഥലത്ത് നിന്ന് 7 താക്കോൽ കൊണ്ടുവന്നു. ഒരിടത്തല്ല താക്കോൽ വെക്കുന്നത്. ആദ്യം തന്ത്രി കറക്കി, പിന്നെ അവിടുത്തെ പ്രധാന പൂജാരി കറക്കി, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കി, പിന്നെ സെക്രട്ടറി കറക്കി, പിന്നെ ട്രഷറർ കറക്കി, ബാക്കി 2 പേര് കറക്കി. 7 അനുക്രമമായി കറക്കിയപ്പോൾ വാതിൽ തുറന്നു. 3-ാമത്തവൻ കറക്കിയിട്ട് 5-ാമത്തവൻ താക്കോലിട്ട് അത് ഉറക്കുകയില്ല. 7. അതുകൊണ്ടാണ് ലോകത്തിലൊരു കള്ളനും 7.5 പൊന്നാനെ പൊക്കാൻ പറ്റിയില്ല. അത് പുറത്തു കൊണ്ടുവന്നു. തന്ത്രി എന്നോട് പറഞ്ഞു, സാറേ 1-ാമത്തെ ആനയിൽ വ്യത്യസ്തമാണ്, 2-ാമത്തെ ആന 2-ാമത്തെ ആനയിൽ വ്യത്യസ്തമാണ്, 3-ാമത്തെ ആന. ഞാൻ വിചാരിച്ച് ഉറച്ചു വാത്ത ആനയാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ആദ്യത്തെ ആനയുടെ വലത്തെ കൊമ്പിന് നീളക്കൂടുതൽ, 2-ാമത്തെ ആനയുടെ ചെവിക്ക് വലിപ്പക്കൂടുതൽ, 3-ാമത്തെ ആനയുടെ വലത്തെ കാലിന് വണ്ണക്കൂടുതൽ. 7.5 പൊന്നാന 8 ഡിഫറെൻ്റ് ആനയാണ്. 8 ഡിഫറെൻ്റ് ആന. അമ്പരന്ന് പോയി ഞാൻ. കേരളത്തിൽ ഓരോ ക്ഷേത്രത്തിലും മഹത്തായ പരിപാടിയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 108 ക്ഷേത്രങ്ങളെപ്പറ്റി ശ്രദ്ധേയമായ പുസ്തകം എഴുതി, ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള. ആ ഓരോ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഇതൊക്കെ ഞാനോട് കൂടി പറഞ്ഞു കൊടുത്താണ്. അവർ 1000 രൂപയ്ക്ക് പുസ്തകം പബ്ലിഷ് ചെയ്തു. ഞാൻ പോയി 1000 രൂപ കൊടുത്തൊരു പുസ്തകം അച്ഛൻ്റെ കൈ വെച്ചു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധം 108 ക്ഷേത്രങ്ങളുടെ ചരിത്രം, അതിൻ്റെ ഭൂമിശാസ്ത്രം, അതിൻ്റെ ഐതിഹ്യം, അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രത്യേകത ഒക്കെ ചേർന്ന ക്ഷേത്രമാണ്. അശ്വനാഥ് തമ്പ്രാട്ടിയുടെ തുളസി ഗാർഡൻ എന്ന പുസ്തകം കേരളത്തിലെ പ്രധാനപ്പെട്ട 28 ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഓരോ ക്ഷേത്രത്തെ പറ്റിയും അവിടെ ചെല്ലുമ്പോൾ ആ പ്രത്യേകത മനസ്സിലായിക്കണം. നിങ്ങളുടെ ഈ മഹത്തായ ക്ഷേത്രത്തിൻ്റെ ചരിത്രമോ സൃഷ്ടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി, ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ ഭൂമിശാസ്ത്രം, ഇതിൻ്റെ ഐതിഹ്യം, അതിൻ്റെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ ആരൊക്കെയാണ് ഇതിൽ പങ്കുവഹിച്ചത്, അത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ട് ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് അതിൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഉൾപ്പെടുത്തണം. ശ്രദ്ധേയമായ ഗവേഷണം നടത്തി വേണം അത് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ആരാധിക്കാൻ പോകുന്ന ക്ഷേത്രത്തെപ്പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളൊന്ന് തൊഴുതിട്ടിച്ച് പോരും. പ്രതിഷ്ഠ എന്താണെന്നോ അതിനെ പഠിക്കാനോ ശ്രമിക്കില്ല. അവിടെയാണ് കുഴപ്പം. ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നൊരു നാഗപ്രതിഷ്ഠ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ തൊഴടാ മോനെ എന്ന് പറയും, തൊഴും. അവൻ തൊഴും. കുട്ടി ചോദിക്കും, എന്തിനാ അമ്മ ഈ പാമ്പിനെ തൊഴുന്നതെന്ന് ചോദിക്കും. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം, നീ തൊഴുടാന്ന് പറയും.
പക്ഷെ കുട്ടി അത് കഴിഞ്ഞ് ഹൈസ്കൂളിലോ കോളേജിൽ പഠിക്കുമ്പം മൂർഖൻ പാമ്പിനെ പറ്റി പഠിക്കും. നാജ നാജ മൂർഖൻ പാമ്പെന്ന് പഠിക്കും. അപ്പോൾ കുട്ടി ആയിരിക്കും എന്തൊരു വിവരക്കട എൻ്റെ അമ്മ മൂർഖൻ പാമ്പിനെ തൊഴുക എന്നൊക്കെ പറയും. അപ്പോൾ ഒരു നാഗവിഗ്രഹം കാണുമ്പോൾ എന്താണ് ഈ നാഗം എന്ന് അതിൻ്റെ ഭക്തൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നാഗം എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പല്ല. നാഗം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ സാരമാണ്, ജീവൻ്റെ സത്തയാണ് നാഗസങ്കല്പം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിക്കാൻ കാരണഭൂതമായി അച്ഛനും അമ്മയും ലൈംഗിക ചെയ്യുമ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നൊരു ബീജം പുറത്തോട്ട് വരും. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇഴഞ്ഞ് കയറിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. ആ ബീജം നാഗത്തിൻ്റെ ഷേപ്പിലാണ്. മൂർഖമ്പം പിഴയുന്ന പോലെയാണ് ഈ ബീജം ഇഴഞ്ഞ് ഗർഭപാത്രത്തിൽ കയറി നമ്മളൊക്കെ ഉണ്ടാകുന്നത്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് ഫോം ചെയ്താൽ 90 ദിവസത്തേക്ക് നമ്മുടെ ഷേപ്പ് എന്താണ്? നമ്മുടെ ഷേപ്പ് മൂർഖൻ പാമ്പിൻ്റെ ഷേപ്പാണ്. 90 ദിവസം കഴിഞ്ഞാണ് ഈ കൈയും കാലുമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നത്. എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ പാമ്പിൻ്റെ ഷേപ്പാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ രഹസ്യം എന്താണ്? അത് 1953 വാട്സൺ ക്രിക്ക് കണ്ടുപിടിച്ചു. DNA മോളിക്യൂൾ, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ, ഈ 4 അമിനോ ആസിഡ് ചേർത്തിട്ടാണ് DNA മോളിക്യൂൾ ഉണ്ടാകുന്നത്. DNA മോളിക്യൂൾ ഷേപ്പ് എന്താണ്? 2 മൂർഖൻ പാമ്പ് ഇണ ചേരുന്നതാണ് DNA മോളിക്യൂളിൻ്റെ ഷേപ്പ്. ഡബിൾ ഹെലിക്സ് എന്ന് പറയും DNA മോളിക്യൂൾ ഷേപ്പാണ്. നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റം, ബോധമണ്ഡലമാണ്. ആ നെർവസ് സിസ്റ്റം ഷേപ്പ് എന്താണ്? തലച്ചോറെന്ന് പറയുന്ന പാമ്പിൻ്റെ പത്തി നട്ടലിനകത്തോടെ പോകുന്ന ശ്രദ്ധേയമായ സ്പൈനൽ കോഡ് ചേർന്ന പാമ്പിൻ്റെ ഷേപ്പിലാണ് നെർവസ് സിസ്റ്റം ഇരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് എന്താണ്? ന്യൂറോൺ. 60 ലക്ഷം ന്യൂറോൺ നമുക്കുണ്ട്. ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പ് എന്താണ്? അതിൻ്റെ സെല്ലെന്ന് പറയുന്ന ഒരു പത്തിയുള്ള തലയും മൂർഖൻ പാമ്പിൻ്റെ ഷേപ്പിലാണ് ഓരോ ന്യൂറോൺ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ സിമ്പിൾ എന്താണ്? അത് മൂർഖൻ പാമ്പാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജ് ചെന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ പറ്റത്ത് ഒരു മൂർഖൻ പാമ്പാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബിഷപ്പ്മാർ വരുമ്പോൾ അംശവടിയുണ്ട്. അംശവടിയുടെ അറ്റത്തെന്താണ്? മൂർഖൻ പാമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അംശവടി ബിഷപ്പിൻ്റെ അധികാരം വരികയാണ് പാമ്പിനകത്തൂടെ. കർദിനാളോ ആർച്ച് ബിഷപ്പ് വന്നാൽ എന്താ പറയുക? വടിയുടെ അറ്റത്ത് 2 പാമ്പാണ്, 2 മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വളർത്തിയിരിക്കാൻ. ഈജിപ്തിലെ ഫറോ രാജാവിൻ്റെ കിരീടമുണ്ട്. കിരീടത്തിൻ്റെ തലയിരിക്കുന്നത് എന്താണ്? മൂർഖൻ പാമ്പായിരിക്കുന്നത്. അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാരുണ്ട്. അവിടെ പ്രധാന ദേവനാരാണ്? കൊട്സാൽ കോട്ടൽ. കൊട്സാൽ കോട്ടൽ ആരാണ്? നാഗം. മൂർഖൻ പാമ്പാണ് ഈ കൊട്സാൽ കോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അതിനെ പാമ്പെന്ന് വിളിച്ചു, ഹിന്ദിയിലെ ഒരു സാമ്പെന്ന് വിളിച്ചു, ആഫ്രിക്കയിലെ നീഗ്രോകൾ അതിനെ ചാമ്പെന്ന് വിളിച്ചു, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് അതിനെ വാമ്പെന്ന് വിളിച്ചു. തമ്മിൽ കണ്ടിട്ടില്ലാത്ത ജനത ഇതിന് പേരിട്ടപ്പം എല്ലാം ഇമ്പ് വന്നിരിക്കുകയാണ്. നമ്മൾ പാമ്പെന്ന് വിളിച്ചപ്പം ഹിന്ദിക്കാരൻ സാമ്പെന്ന് വിളിക്കുന്നു, ആഫ്രിക്കയിലെ നീഗ്രോ ചാമ്പെന്ന് വിളിക്കുന്നു, അമേരിക്ക റെഡ് ഇന്ത്യക്കാർ വാമ്പെന്ന് വിളിക്കുന്നു. എന്തൊരു കോയിൻസിഡൻസ് ആണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ശബ്ദത്തിൽ പോലും അതിന് അപാരമായ കോയിൻസിഡൻസാണ്. അപ്പോൾ നമ്മൾ ഈ നാഗമെന്ന് പറയുമ്പോൾ അത് പാമ്പല്ല. നാഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ രഹസ്യമാണ്. ശാസ്ത്രം അതിൻ്റെ അർത്ഥം കണ്ടെത്തി, ജീവൻ രഹസ്യം. ഇത് ഒരു കുട്ടിയോട് ഒരമ്മ പറഞ്ഞു കൊടുത്താൽ കുട്ടി ഹൈസ്കൂളിൽ കോളേജിൽ കയറി പഠിക്കും. കുട്ടിക്ക് മനസ്സിലാവും നെർവസ് സിസ്റ്റം, ന്യൂറോൺ, DNA മോളിക്യൂൾ എല്ലാം നാഗത്തിൻ്റെ ഷേപ്പ്. കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. എന്താണ് ഈ നാഗസങ്കല്പം, ജീവൻ്റെ രഹസ്യമായ നാഗസങ്കല്പം എങ്ങനെയാണ് എന്ന് മനസ്സിലാവും. ആ നാഗസങ്കല്പത്തിലെ പ്രധാന നാഗസങ്കല്പമാണ് തക്ഷൻ. തക്ഷൻ്റെ പേരിലാണ് ഡൽഹി ഉണ്ടായത്. തക്ഷൻ്റെ പട്ടണത്തിലാണ്. രണ്ടാമത്തെ ആളാരാണ്? വാസുകി. ആ വാസുകി പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുകയാണ്. പരമശിവൻ്റെ കഴുത്തിൽ കിടന്നുകൊണ്ട് ഈ വാസുകി പരമശിവൻ്റെ കഴുത്തിൽ കിടക്കാൻ നമ്മളതിനെ വിളിച്ചു ശങ്കരാഭരണം എന്ന് വിളിച്ചു. ആ ശങ്കരാഭരണം അവിടെ കിടന്നുകൊണ്ട് പത്തി മേപ്പോട്ട് കീഴ്പോട്ട് മാറ്റും. പത്തി മേപ്പോട്ട് കീഴ്പോട്ട് ഒന്ന് ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിൽ ഒരു രാഗമായി മാറി. കർണാടക സംഗീതം രാഗം വാസുകിയുടെ ഹെഡ് മൂവ്മെൻ്റാണ്. ഏറ്റവും ഇളയനിയൻ ആരാണ്? അനന്തൻ. അനന്തൻ്റെ മുകളിലാണ് നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി കിടക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേര് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി, അനിയൻ്റെ പേരിൽ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം. അപ്പം നാഗസങ്കല്പം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാവില്ല. നമ്മളൊരു ക്ഷേത്രത്തിൽ പോവുകയാണ്. ആ ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ ഒരു പ്രതിഷ്ഠ കാണും. ആരാണ് ഈ ഭദ്രകാളി? ഭദ്രകാളി ഇങ്ങനെ കോറത്തിരുണ്ട്, നാക്കൊക്കെ നീട്ടി രക്തമൊക്കെ പുരട്ടി, ഒരു തലയോട്ടി ഇങ്ങനെ കഴുത്തിൽ തൂക്കി, ഒരു മനുഷ്യൻ്റെ വിരൽ മുറിച്ചൊരു അരിഞ്ഞാണമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടോ പിള്ളേർ എൻ്റെ അമ്മേന്ന് വിളിച്ച് പേടിച്ചു പോകും ഭദ്രകാളിയുടെ രൂപം കാണുമ്പോൾ. അപ്പം ഭദ്രകാളിയുടെ രൂപം എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഭദ്രകാളി കറുത്താണോ? അല്ല, ഭദ്രകാളി നല്ല സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. ശാരദാ പീഠത്തിലിരുന്ന് സർവജ്ഞ പീഠം കയറിയ ശേഷം
ലോകത്തിൽ അതിന് മുമ്പ് പിൻപോ ആരും സർവജ്ഞകൂടം കയറിയിട്ടില്ല. നമ്പർ 1 പണ്ഡിതൻ മരിക്കുമ്പോഴേ നമ്പർ 2 നമ്പർ 1 ആവുള്ളൂ. അങ്ങനെ ചത്തിയത്ത് പ്രൊമോഷൻ കിട്ടി പോവാണ്. പക്ഷെ ശങ്കരാചാര്യർ പോയി 64 പണ്ഡിതന്മാരെ തോൽപ്പിച്ച് സർവജ്ഞപീഠം കയറി കഴിഞ്ഞ് അദ്ദേഹം ഭഗവതി സ്തുതിച്ചുകൊണ്ട് പ്രസിദ്ധമായ സ്തോത്രം പാടുകയാണ്. ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറഞ്ഞ പാടുകയാണ്. അത് പാടുമ്പോൾ ആദ്യം ജ്ഞാനേശ്വരി വന്നു, പിന്നെ ദുർഗാ ഭഗവതി വന്നു, പിന്നെ പാർവതി വന്നു, അത് കഴിഞ്ഞ് കാളി ഭഗവതി വന്നു. കാളി ഭഗവതി വരുമ്പോൾ ശങ്കരാചാര്യർ പാടുകയാണ്, വിശ്വേശ്വരി നിൻ കനക കളേബര ദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം. അപ്പോൾ കാളി ഭഗവതിയുടെ നിറം സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കാളിക്ഷേത്രങ്ങളെന്നാണ് മൃദംഗശൈല ക്ഷേത്രം. അവിടെ കാളി ഭഗവതി എങ്ങനെ ഇരിക്കുന്നത്? സ്വർണ്ണ നിറമുള്ള സുന്ദരി, 2 കോടി രൂപ വിലയുള്ള സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. 12 രാജകുടുംബത്തിൻ്റെ പ്രധാന ക്ഷേത്രം കാളി ക്ഷേത്രമാണ്. അവിടെ ചെന്ന കാളി ഭഗവതി എങ്ങനെ ഇരിക്കുന്നത്? സ്വർണ്ണ നിറമുള്ള സുന്ദരിയാണ്. അപ്പോൾ സ്വർണ്ണ നിറമുള്ള സുന്ദരിയായി കാളി ഭഗവതിയെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ കറുത്ത നിറമാക്കി. കാര്യം വെളുത്ത സുന്ദരമുള്ള സുന്ദരിയെ കണ്ട ഭക്തൻ വിചാരിക്കും നമ്മുടെ വർഗത്തിൽപ്പെട്ട ആളല്ലല്ലോ. പക്ഷേ ഭക്തൻ്റെ നിറത്തിൽ തന്നെ കാളി ഭഗവതി ഉണ്ടാക്കി വെച്ചപ്പം ഇത് നമ്മുടെ അടുപ്പം ഉള്ള ദേവതയാണെന്നൊരു തോന്നൽ ഭക്തൻ്റെ മനസ്സിലുണ്ടാവണം. അതിനാണ് കാളി ഭഗവതി കറുത്ത നിറയായത്. പെണ്ണ് കാണാൻ പോയിട്ട് അമ്മാവൻ എന്ന് പറയും, പെങ്കൊച്ച് കൊള്ളാം, പക്ഷേ കാളി ഭഗവതി പോലെ ഇരിക്കുകയാണ്. അമ്മാവൻ അറിഞ്ഞൂടാ കാളി ഭഗവതി സ്വർണ്ണമുള്ള സുന്ദരിയാണ്. അതിൻ്റെ കറുപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി അമ്മാവൻ്റെ വിവരക്കേടാണ് പെണ്ണിനെ കണ്ട കാളി ഭഗവതിയെ പോലെ ഇരിക്കാൻ. അപ്പോൾ അതിനാണ് കറുത്ത നിറം ഉണ്ടാക്കിയിരിക്കുന്നത്. കാളി ഭഗവതി എന്തിനാണ് ഈ നാക്ക് നീട്ടി രക്തം പെട്ടിരിക്കുന്നത്? മനുഷ്യൻ്റെ സംസാരശേഷി കാളി ഭഗവതിയുടെ ദാനമാണ്. ചന്ദ്രവതി വിക്രമാദിത്യൻ്റെ രാജസഹസിൽ നവരത്നങ്ങളുണ്ടായിരുന്നു. തന്നന്തരീക്ഷമണക അമരശംഖ ശംഖ് വേതാളഭട്ട കടകപ്പുര കാളിദാസ വരാഹങ്ങളുടെ ഒരു ജോമ്പാണ്. അതിൽ മഹാനായ ഒരു കവി ഉണ്ടായിരുന്നു. ആ കവിയുടെ മകൻ ഊമനും ബധിരനുമായിരുന്നു. 12 വയസ്സിൽ ഊമനും ബധിരനുമായ കുട്ടി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പോയാൽ ഭാര്യ ചൊല്ലിട്ട് പോകും. അതുകൊണ്ട് അയാൾ എപ്പോഴും കൂടെ കൊണ്ടുവരും. ഒരിക്കൽ ഈ കവി ഒരു പാട്ട് പാടി, സുന്ദരമായ പാട്ട്. ചന്ദ്രവതി വിക്രമാദിത്യത്തെ പ്രശംസിച്ചു. അത് കഴിഞ്ഞ് വിക്രമാദിത്യൻ്റെ ആദ്യവട്ടാരത്തിലോട്ട് പോയപ്പം ഈ മറ്റ് നവരത്നങ്ങൾ പറഞ്ഞു, നീ എന്തിനാണ് ഈ പൊട്ടനെ കൊണ്ട് നടക്കുന്നത്? അവനെ വീട്ടിലങ്ങനെ ഇട്ടിട്ട് വന്നിട്ടെന്ന് ചോദിച്ചു. ഈ മകൻ്റെ ഊമനും ബധിരനുമായ ഭാവത്തെ ഒരു കളിയാക്കി കണ്ടപ്പം ഇയാളെ കരഞ്ഞുപോയി. വിക്രമാദിത്യ രാജാവ് വന്നു. എന്താ നിങ്ങൾ കരയുന്നത്? അത് രാജാവ് എന്നെ പ്രശംസിച്ചു, യുവമാരെന്നെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയെന്ന് പറഞ്ഞു. വിക്രമാദിത്യൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ ഉജ്ജയിനിലെ കാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ശബ്ദം തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവൻ കവി മകനെ കൊണ്ട് ഉജ്ജയിനിലെ കാളി ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയി പ്രാർത്ഥിച്ചപ്പം ആ മകൻ സംസാരിച്ചെന്ന് മാത്രമല്ല, സംസ്കൃത ഭാഷയിൽ പ്രസംഗ കലയെപ്പറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് പുസ്തകം എഴുതിയിരിക്കുന്ന ആളാണ്. ആ മകൻ്റെ പേര് നമ്മൾ കേൾക്കുന്ന വാക്പടൻ, വാക്ക് കൊണ്ട് യുദ്ധം ചെയ്യുന്ന വാക്പടൻ. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ കഥകളി ആടും, ആട്ടക്കഥകളാടും. നമ്മുടെ കഥകളിയിലെ ആട്ടക്കഥ മുഴുവൻ എഴുതിയത് വിദ്വാൻ തമ്പുരാനാണ്. ഈ വിദ്വാൻ തമ്പുരാൻ ജനിച്ച 3.5 വയസ്സ് വരെ ഊമനും ബധിരനുമായിരുന്നു. പഴശ്ശി രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ മകൻ ഇങ്ങനൊരു മകനെ വളർത്താൻ ഒക്കത്തില്ല, അവനെ നേരെ മൃദംഗശൈല ക്ഷേത്രത്തിന് അപ്പുറത്തെ നീരൂറുടെ അവിടെ കൊണ്ട് ഇരുത്തിരിഞ്ഞ് പോന്നു. കുട്ടി വെള്ളത്തിറങ്ങി കളിക്കും, ചത്തുപോകും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് കുട്ടി വരുന്നില്ല. അപ്പനും അമ്മയും കൂടെ മൃദംഗശൈല ക്ഷേത്രത്തിൽ വന്ന് നോക്കിയപ്പം അച്ഛാ അമ്മയെന്ന് പറഞ്ഞ് കുട്ടി ഓടി വന്നു. നീ ഇങ്ങനെ സംസാരിച്ചേ? അത് ഇല്ല, വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വന്ന് എനിക്ക് പാലൊക്കെ തന്നതിനോട് സംസാരിച്ചെന്ന് പറഞ്ഞു. കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് മൃദംഗശൈല ക്ഷേത്രത്തിലേക്കാണ്. അപ്പനമ്മയ്ക്ക് മനസ്സിലായി ഭഗവതി ഇറങ്ങി വന്ന് കുട്ടിയെ സംസാരിപ്പിച്ചു. ആ കുട്ടിയാണ് വിദ്വാൻ തമ്പുരാനായത്. കഥകളിയിലെ ആട്ടക്കഥകൾ എഴുതി നമ്മുടെ ക്ഷേത്രം മുറ്റങ്ങൾ സംഗീതാത്മകമായ കഥാവിഷ്കാരത്തിലുള്ള ആട്ടക്കഥ എഴുതിയ മനുഷ്യൻ 4 വയസ്സുവരെ മിണ്ടാത്ത ആളായിരുന്നു. കാളി ഭഗവതി അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് കാളി ഭഗവതി നാക്കിങ്ങനെ നീട്ടി രക്തം പുരട്ടി ഇങ്ങനെ നിൽക്കുന്നത്. കാളി ഭഗവതിയുടെ കഴുത്തിലൊരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ആരാണ്ടെ കൊന്നിട്ട് തലയോട്ടിയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണോ? അല്ല. ആ തലയോട്ടി കാത്തിരിക്കുന്ന ബുദ്ധിശക്തി കാളി ഭഗവതിയുടെ ദാനമാണ്. അതിനാണ് ആ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.